നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മണ്ണാൻകടവ് തോടിനെ മലിനജല ഒഴുക്കിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPIM പേട്ട ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CPIM ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമരസ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാൻ മലിനജല ഒഴുക്ക് തടയുന്നതിനുള്ള നടപടികൾ കർശനമായി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. മണ്ണാൻകടവ് തോടിനെ മലിനജല ഒഴുക്കിൽ നിന്നും സംരക്ഷിക്കുക, തോടിനെ നവീകരിക്കുന്നതിനുള്ള ഫണ്ട് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിക്കുക, മലിനജലം ഒഴുകുന്ന സ്രോതസ്സുകൾ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പേട്ട അംഗൻവാടിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രദേശവാസികളും CPIM പ്രവർത്തകരും പങ്കെടുത്തു. നഗരസഭാ ഓഫീസിന് മുന്നിൽ സമാപിച്ച പ്രതിഷേധ മാർച്ചിനു ശേഷം നടന്ന ധർണ CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ശാപമായ ഒരു MLA ഉണ്ട്, അയാൾ കണ്ടിട്ടുണ്ടോ? ഈ സ്ഥലം ഇവിടുത്തെ MP ഉണ്ട്, ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ? അതായി പറഞ്ഞ ഈ പുഴയിലെ ഒരു കവിള് വെള്ളം 2 ദിവസം അടുപ്പിച്ച് കുടിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പാണ്. അത്രയേറെ കോളിഫോം ബാക്ടീരിയ അടങ്ങിയതാണ് ഈ പുഴ സംരക്ഷിക്കണ്ടേ? ഇത് പേട്ട നിവാസികളുടെ മാത്രം ആവശ്യമല്ലത്. മൂവാറ്റുപുഴ പുഴയിൽ നിന്നും വെള്ളം കുടിക്കുന്ന 10,000-കണക്കിന് ആളുകൾ, നമ്മളൊക്കെ ഈ മൂവാറ്റുപുഴ പുഴയിൽ വെള്ളം കുടിക്കുന്നവരാ, വാട്ടർ സപ്ലൈ വഴി വന്ന്. ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഇവിടെ അലക്കുകയും കുളിക്കുകയും ചെയ്ത 10,000-ങ്ങള്, അവര് എല്ലാം ഒരു പ്രശ്നമാണ്. ഒരു വാർഡിന്റെ പ്രശ്നമല്ല. തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ നോക്കുമ്പോൾ ഇതൊരു വാർഡിന്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അടിയന്തരമായിട്ട് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഭരണക്കാരും പ്രതിപക്ഷങ്ങളടക്കം മുഴുവൻ കൗൺസിലർമാർ സ്ഥലം സന്ദർശിക്കണം, വിഷയം പഠിക്കണം, അത് പരിഹരിക്കാൻ ഗവൺമെന്റുമായിട്ട് ഇടപെടണം. അത് പരിഹരിച്ചേ തീരൂ. ഇവിടെ ഈ കട്ട് തിന്നുന്ന പഴക്കമുള്ളവര് ഒന്ന് ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം കയറിയിരിക്കണമെന്നല്ല ഇവിടുത്തെ പല ഭരണപക്ഷത്തിന്റെ ആളുകൾ. അത് പണം മുടക്കി ഓരോ വീടുകളിലും കയറി പണം മുടക്കിയും കള്ളും പൈസയൊക്കെ കൊടുത്ത് അവര് അധികാരത്തിൽ കയറിയൊക്കെയാണ്. കാരണം അവർക്ക് കോൺട്രാക്ട് വർക്ക് ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റിയിലെ പലവർക്കും ബിനാമി വർക്കാണ്. ഒട്ടനേകം കുടുംബങ്ങൾ താമസിക്കുന്ന പേട്ട പ്രദേശത്തെ ജനങ്ങൾ വലിയ ദുരിതമാണ് ദീർഘനാളുകളായി അനുഭവിച്ചു വരുന്നത്. സമീപവാസികൾക്ക് കൊതുകു ശല്യവും മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഈ തോട്ടിലൂടെ ഒഴുകുന്ന ജലം കാരണം ഉണ്ടാകുന്നുണ്ട്. മലിനജലം ഒഴുകി മൂവാറ്റുപുഴയാറിലാണ് പതിക്കുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഈ പുഴയിലെ ജലം ദിവസേന ഉപയോഗിക്കുന്നത്. മൂവാറ്റുപുഴയിലെയും പ്രവം പ്രദേശത്തെയും ജനങ്ങളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് മൂവാറ്റുപുഴയാർ. പേട്ട പ്രദേശത്തെ മാത്രമല്ല, നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലിനജല കുഴലുകൾ മൂവാറ്റുപുഴയാറിലേക്കാണ് പതിക്കുന്നത്. ഇതിനാൽ തന്നെ വരും നാളുകളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാകും ജനങ്ങൾ നേരിടേണ്ടി വരിക. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CPIM പ്രതിഷേധ ധർണയും മാർച്ചും നടത്തിയത്. വരും ദിവസങ്ങളിൽ മലിനജലം പൊതുജലാശയങ്ങളിലേക്ക് ഒഴുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ് സമരക്കാർക്ക് ഉറപ്പ് നൽകി. ഈ മണ്ണാൻകടവ് മാത്രമല്ല, മൂവാറ്റുപുഴയാറിലേക്കുള്ള കുറെ അധികം പൈപ്പുകൾ, മലിന പൈപ്പുകൾ മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തുണ്ട്, കാവുക്കരയിലുണ്ട്, കടാതിയിലുണ്ട്, വാഴപ്പള്ളിയിലുണ്ട്, എല്ലാ മേഖലയിലുമുണ്ട്. ആ മേഖലയിലേക്കുള്ള പൈപ്പുകൾ ഒന്ന് പരിശോധിച്ച് കണ്ടെത്തി ഒരു 15 ദിവസക്കാലം അവർക്ക് ഇത് അടക്കാനുള്ള സന്മനസ് കൊടുക്കും, സാവകാശം കൊടുക്കും. അതിനുശേഷം ആ ഉറവിടത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിയാൽ അതിശക്തമായ നടപടി ഉണ്ടാകും. അതിനുവേണ്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ആലോചിക്കുന്നത് മൂവാറ്റുപുഴ പരിസരത്തുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മൂവാറ്റുപുഴ RDO, തഹസിൽദാർ, മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥര്, നഗരസഭാ കൗൺസിലർ, നഗരസഭയുടെ ആരോഗ്യ വിഭാഗം, നഗരസഭയുടെ എഞ്ചിനീയർ വിഭാഗം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനുള്ള ഒരു സമിതിക്ക് രൂപം കൊടുക്കാൻ പോവുകയാണ്. മലിനജല പൈപ്പുകൾ കണ്ടെത്തുകയും അവ അടയ്ക്കുന്നതിന് അടിയന്തരമായി നോട്ടീസ് നൽകുകയും ചെയ്യും. തുടർന്നും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ നഗരസഭാ അധികൃതർ തന്നെ നേരിട്ടെത്തി പൈപ്പുകൾ അടയ്ക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു. സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പും ചെയർമാൻ നൽകി. നഗരസഭ 16-ാം വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ്, CPIM പേട്ട ബ്രാഞ്ച് കമ്മിറ്റി അംഗം MN രാധാകൃഷ്ണൻ, CPIM മുനിസിപ്പൽ ലോക്കൽ സെക്രട്ടറി PM ഇബ്രാഹിം, നഗരസഭാ പ്രതിപക്ഷ നേതാവ് R രാകേഷ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു.
തൊടുപുഴയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി 6-ാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി 8-ാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാ അത്ഭുതം, ഗാന്ധി സ്ക്വയർ, മുനിസിപ്പൽ മൈതാനം, തൊടുപുഴ.